ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചക്ക ചുളകൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും 2 ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളൊരു അടിപൊളി മസാലക്കറിയാണ് കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, പൂരി എല്ലാറ്റിനും പറ്റിയ പത്തിരി അങ്ങനത്തേനൊക്കെ നന്നായി അടിപൊളിയായിട്ട് കോമ്പിനേഷനായിട്ട് പോണ ഒരു കറിയാണ്. എപ്പോഴും ചോറിനുള്ള നമ്മുടെ സാധാ മുളകൂശ്യൻ കറി, പിന്നെ എരിശ്ശേരി അങ്ങനത്തൊക്കെയാണല്ലോ, അവിയൽ അങ്ങനത്തൊക്കെയാണല്ലോ ചക്കയും കൊണ്ട് അധികം ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ലൊരു കിട്ടില്ലൻ മസാലക്കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. അങ്ങനെ ഒരു മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഒന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നേരിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് ഇത് രണ്ടും വേറെ ഒന്ന് ഒരു 1/4 ഭാഗം ഫ്രൈ ചെയ്ത് മാറ്റണം. ഓക്കെ. അപ്പോൾ ഞാൻ വറക്കാൻ വേണ്ടിയിട്ടൊരു കനമുള്ള ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം കേട്ടോ. കുറച്ച് ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഒഴിക്കണം. വേണമെച്ചാൽ നമുക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിന്ന് എണ്ണ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് കറി ഉണ്ടാക്കിയാൽ മതി. ഇത്ര എണ്ണ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ആ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇത് വേഗം ആവും കേട്ടോ. ഒരു 1/4 വേവേ വേണ്ടുള്ളൂ. പിന്നെ ഗ്രവിയിൽ കിടന്നിട്ട് ഒന്നും കൂടി വേവാനുള്ളതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് അവിടെ കിടന്നിട്ടൊന്ന് ആയി വരട്ടെ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ച് വെക്കാം. അങ്ങനത്തെ പണികളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ട ബാക്കി പൊടികൾ, കൂട്ടുകൾ ഒക്കെ റെഡിയാക്കി വെക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ 2 തക്കാളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയ തക്കാളിയായ കാരണമാണ് ഞാൻ 2 എണ്ണം എടുത്തത്. ചെറിയ തക്കാളി അയച്ചാൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ. എന്നാലേ കുറച്ച് നമ്മുടെ ഗ്രവിക്ക് കുറച്ചൊരു പുളിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതായിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇത്ര മതി. ഈ ഗ്രവിയിൽ കടന്നിട്ട് വേവാനുള്ളതാണ്. ഇതിലും കൂടുതലായി നമ്മുടെ ചിപ്സ് പോലെ പോവും. അങ്ങനെ വരുത്, സോഫ്റ്റ്നെസ് പോവരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് 2 മീഡിയം ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയതാണ്. വെള്ളത്തിലിടുകൊണ്ട് ഒന്ന് വിട്ടിട്ട് വേണം ഇടാൻ. പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇനി ഉണ്ട് റെഡിയാക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഗ്രവിക്ക് നല്ല കളറ് കിട്ടും. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ്, പിന്നൊരു 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മീറ്റ് മസാല ഇടുന്നുണ്ട്. ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് പേസ്റ്റ് രൂപത്തിലാക്കാം. ഈ എണ്ണ അത്ര വേണമെന്നില്ല, കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ഞാൻ എണ്ണയിലേക്ക് പട്ട 1 ഇഞ്ച് നീളത്തിൽ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക്, മുഴുവനോടുള്ള കുരുമുളക്, പിന്നെ 1 ഏലക്കായ, പിന്നെ ഗ്രാമ്പു ഒരു 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ. പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. ഇത് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ ഉള്ളി, സവാള 2 എണ്ണം വലുത് അരിഞ്ഞത്, അത് 1 പച്ചമുളക് നീളത്തിൽ കീറിയത്, അതും കൂടി ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് 1 ടീസ്പൂണ്. ഉള്ളി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ കലക്കി വെച്ച മസാല പേസ്റ്റ് ഇടുന്നുണ്ട്. മസാല ഒന്ന് വഴന്ന് എണ്ണ തെളിയട്ടെ. ഇനിയിപ്പോൾ അധികം കുക്കിംഗ് പ്രോസസ്സ് ഒന്നും ഇല്ല. ആ മീറ്റ് മസാല ഇടുകൊണ്ടേ നല്ലൊരു നോൺ വെജ് കറി വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. ഒന്നിങ്ങനെ വഴന്ന് ജസ്റ്റ് എണ്ണ തെളിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച തക്കാളി, ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. തക്കാളിയുടെ പച്ചമണം ഒന്ന് പോയി വരട്ടെ. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി
വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തെളിഞ്ഞതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ. ഇതപ്പോൾ തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ച കഷ്ണങ്ങൾ, ചക്കയും ഉരുളക്കിഴങ്ങും രണ്ടും കൂടി ഇട്ടു. ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഇതുവരെ. ഉപ്പും കൂടി ഇടാം ഇതിലേക്ക് വേണ്ടത്. തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അത് എണ്ണ തെളിയാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടാണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിനെ ഒന്നും കൂടി മുകളിലേക്ക് ആക്കണത് നമ്മളുടെ കസ്തൂരി മേത്തിയാണ്. ലാസ്റ്റ് ഇടുന്നുണ്ട്. ലാസ്റ്റ് ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിലേക്ക് വരുള്ളൂ. അതാണ് ഏറ്റവും ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ നന്നായി വെന്ത് എരിവും ഉപ്പും ഒക്കെ പാകമാണ് കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. മല്ലിയില യഥേഷ്ടം ചേർക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. എണ്ണ തെളിഞ്ഞ് കുറുകിയ ഒരു പരുവാണ്. അടിപൊളിയാണ്. ഇത് ആൾക്കാർ ഇതിൻ്റെ മണം പുറത്തേക്ക് വരുമ്പോൾ വിചാരിക്കുക എന്തോ ഒരു നോൺ വെജ് ഡിഷ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനും സന്തോഷിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.